മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ചെനാബ് നദിയിലെ സലാൽ അണക്കെട്ട് ഇന്ത്യ തുറന്നു. അണക്കെട്ടിന്റെ ഒരു ഷട്ടറാണ് ഇന്ത്യ തുറന്നത്. പാകിസ്ഥാന്റെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. അതേസമയം ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചു, പ്രധാനമന്ത്രിയെ കണ്ടു എന്നൊരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ബി ദിലീപ് കുമാർ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ദിലീപ്, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നത്തിൽ നിന്ന് പരിഹരിക്കാൻ കഴിയാത്ത തരത്തിൽ അത് അടുത്ത പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടുകയാണ്. ഇപ്പോൾ ഒരു പ്രളയ ഭീതിയിലാണ്, ഒരു വാട്ടർ വാർ എന്ന് അവർ പണ്ഡിതിനെ വിശേഷിപ്പിച്ചതാണ്. യഥാർത്ഥത്തിൽ അതാണെന്ന് തോന്നുന്നു ഇപ്പോൾ സംഭവിക്കുന്നത് അവിടെ, അല്ലേ? വിജയകുമാർ, ഒരു ജലയുദ്ധം എന്ന് പറയും വിധമാണ് ഇന്ത്യ ഏതായാലും നേരത്തെ തന്നെ ഈ സിന്ധു നദിയുടെ കരാർ മരവിപ്പിച്ചപ്പോൾ തന്നെ ആ വിശേഷണമാണ് നൽകിയിരുന്നത്. ഇപ്പോൾ ഈ ചെനാബ് നദിയിലെ 2 അണക്കെട്ടുകളിൽ നിന്ന് ജലം തുറന്നു വിട്ടിരിക്കുകയാണ് ഇന്ത്യ. അത് ജമ്മു മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴയാണ് ഉണ്ടായിരുന്നത്. ഇതോടുകൂടി ഈ ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു. 2 ഡാമുകൾ, ബഹ്ലിഗർ ഡാമിൻ്റെ 5 ഷട്ടറുകളാണ് തുറന്നിട്ടുള്ളത്. മറ്റൊന്ന് സലാൽ ഡാമാണ്. ഈ ഡാമും തുറന്നു വിട്ടിട്ടുണ്ട്. അതോടുകൂടി പാകിസ്ഥാനിലേക്കുള്ള ജലത്തിൻ്റെ ഒഴുക്ക് വർദ്ധിച്ചു. 28,000 ക്യുസെക്സ് എന്ന നിരക്കിലാണ് ഈ വെള്ളം പാകിസ്ഥാനിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് സിയാൽകോട്ട് തുടങ്ങി പഞ്ചാബ് പ്രവിശ്യയിലെ പല മേഖലകളിലും വെള്ളപ്പൊക്ക ഭീഷണിയും അതോടൊപ്പം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജനങ്ങൾ നദീതീരങ്ങളിൽ നിന്ന് മാറി താമസിക്കണം എന്ന നിർദ്ദേശവും പാകിസ്ഥാൻ അധികൃതർ നൽകിയിട്ടുണ്ട്. ഖാരിഫ് വിളയുടെ സീസൺ തുടങ്ങാനിരിക്കുകയായിരുന്നു. അതിനിടെയാണ് ഇത്ര ഒരു വലിയ പ്രഹരമേൽപ്പിച്ചുകൊണ്ട് കനത്ത തോതിലുള്ള നീരൊഴുക്ക് പാകിസ്ഥാനിലേക്ക് പോകുന്നതും അവിടുത്തെ ജനജീവിതം വലിയ പ്രതിസന്ധിയിലേക്ക്, ജനജീവിതം മാത്രമല്ല കാർഷിക മേഖലയടക്കം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നതും. അതിനിടെ ഈ സിന്ധു നദീതട കരാർ മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി, 7 ലോക് കല്യാൺ മാർഗിലെ വസതിയിലെത്തി അദ്ദേഹവുമായി ചർച്ച നടത്തി. നേരത്തെ ലോകബാങ്കിൻ്റെ മധ്യസ്ഥതയിലാണ് ഈ പ്രശ്നം, സിന്ധു നദീതട കരാറുമായി ബന്ധപ്പെട്ട ഭിന്നതകൾക്ക് ഏറെക്കുറെ പരിഹാരമായിരുന്നത്. സിന്ധു നദീതട കരാർ ആ നിലയിൽ വന്നത് ലോകബാങ്കിൻ്റെ കൂടി മധ്യസ്ഥതയിലാണ്. ഇപ്പോൾ ഇന്ത്യ ഈ കരാർ മരവിപ്പിച്ച സാഹചര്യത്തിൽ പാകിസ്ഥാൻ എതിർപ്പുയർത്തിയതും കണക്കിലെടുത്താണ് ലോകബാങ്ക് പ്രസിഡന്റ് പ്രധാനമന്ത്രിയെ കാണുന്നത്. ദിലീപ്, ലോകബാങ്കിന് ഈ കരാറിൻ്റെ കാര്യത്തിൽ ഒരു സ്റ്റേക്ക് ഉണ്ട്. നേരിട്ടല്ലെങ്കിൽ പോലും അതിലൊരു സ്റ്റേക്ക് ഉള്ളത് കൊണ്ട് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലൊരു ഇടപെടൽ നടത്താൻ ലോകബാങ്ക് തയ്യാറായേക്കുമോ? ഈ അജയ് ബംഗ പ്രധാനമന്ത്രിയെ കണ്ടത് അത്തരമൊരു ലക്ഷ്യത്തോടെ ആയിരിക്കുമോ? നമ്മളത് അംഗീകരിക്കില്ല എങ്കിൽ പോലും ആ ഒരു നീക്കം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? വിജയകുമാർ, ഇത് ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ്. ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിലേക്ക് പോകുന്ന 3 നദികളുടെ ജലത്തിൻ്റെ നിയന്ത്രണാവകാശത്തെ ചൊല്ലിയുള്ള തർക്കമാണ് നേരത്തെ മുതൽ ഉണ്ടായിരുന്നത്. ആ നദീജല തർക്കവുമായി ബന്ധപ്പെട്ടാണ് അന്ന് ഈ ലോകബാങ്കിൻ്റെ സഹായത്തോടുകൂടി ഡാമുകൾ നിർമ്മിക്കുക എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അന്നവർ പാകിസ്ഥാൻ ലോകബാങ്കിനെ ഇക്കാര്യത്തിൽ സമീപിച്ചപ്പോൾ ലോകബാങ്ക് തന്നെയാണ് നിങ്ങൾ 2 രാജ്യങ്ങളും തമ്മിൽ ചർച്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിച്ചിട്ട് വരൂ എന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നത്. അങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാനിലെ ഭരണകൂടവും തമ്മിൽ അന്ന് ഈ ചർച്ച നടത്തിയാണ് പ്രശ്നപരിഹാരം സാധ്യമായിരുന്നത്. ഇതേ തുടർന്ന് ഈ സിന്ധു നദീജല കരാർ ഒപ്പുവയ്ക്കുകയും പിന്നീട് പലപ്പോഴും തർക്കങ്ങൾ, ഈ നദിയിലെ ജലവുമായി ബന്ധപ്പെട്ടൊക്കെ തർക്കങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ പഹൽഗാം ഭീകരാക്രമണത്തോടുകൂടി ഇന്ത്യ നദീജല കരാർ മരവിപ്പിക്കുന്നു എന്നാണ് വാക്കുകളിൽ അത് ഇന്ത്യ എഴുതി ചേർത്തിരുന്നത്. അതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട കരാർ മരവിപ്പിക്കുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച പ്രസ്താവനയിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. കാരണം കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറുന്നു എന്ന് സാങ്കേതികമായി പറഞ്ഞിട്ടില്ല. കെപ്റ്റൻ അബെയൻസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബാഹ്യശക്തിയുടെ ഇടപെടലിന് ഇത് വിധേയമാക്കേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് ഇന്ത്യക്കുള്ളത്. അക്കാര്യം ഒരുപക്ഷെ ഈ കൂടിക്കാഴ്ചയിൽ ലോകബാങ്ക് പ്രസിഡന്റിനെ അറിയിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും പാകിസ്ഥാൻ ഇങ്ങനെ ഒരു പരാതി ഉന്നയിച്ച സാഹചര്യത്തിലാകാം ലോകബാങ്ക് പ്രസിഡന്റ് ഈ ഒരു വിഷയത്തിൽ ഇന്ത്യയുടെ അഭിപ്രായം കൂടി തേടുന്നതിന്, അല്ലാതെ പ്രശ്നപരിഹാരം സംബന്ധിച്ച ചർച്ചകൾക്കോ ഇന്ത്യ ഇക്കാര്യത്തിൽ ഒരു സമ്മർദ്ദം ചെലുത്തുന്നതിനോ അല്ല, ഇന്ത്യയുടെ നിലപാട് ഇക്കാര്യത്തിൽ എന്തെന്ന് ആരായുന്നതിന് വേണ്ടിയാകാം ലോകബാങ്ക് പ്രസിഡന്റ് ഇപ്പോൾ പ്രധാനമന്ത്രിയെ കാണുന്നത്. വിജയകുമാർ.
യെസ്, ചെനാബ് നദിയിലെ സലാൽ അണക്കെട്ട് അതിൻ്റെ ഒരു ഷട്ടറാണ് ഇന്ത്യ തുറന്നത്. പാകിസ്ഥാൻ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച സാഹചര്യത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ആ വിഷയത്തിൽ തർക്കമുണ്ടായിരുന്നു. ആ സമയത്ത് ലോകബാങ്ക് അതിൽ ഇടപെട്ടിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ നിലപാട് അറിയാനായിരിക്കാം ബംഗ പ്രധാനമന്ത്രിയെ കണ്ടത് എന്നാണ് സൂചന. വിശദാംശങ്ങളാണ് ബി ദിലീപ് കുമാർ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്നും.